Hi dear friends, Sundarapandiapurത്തെ സുന്ദര വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴി പോകുമ്പോൾ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാൻ അരൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ രാവിലെ പോകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഒരുപാട് കൃഷി ഇലകൾ നമുക്ക് ഇതിലെ പോകുമ്പോൾ കാണാം. വളരെ മനോഹരമായ ഒരു പൂപ്പാടം തന്നെയാണ്. ഇവിടെ നല്ല കാറ്റാണ്. കേട്ടതേ പൂ കിടന്ന് ഇങ്ങനെ ഇളകി കളിക്കേണ്ട കാറ്റാണ്. നിങ്ങൾക്കിത് വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ട്. നല്ല കാറ്റുണ്ട്. പൂക്കൾ ഇപ്പോൾ പറിച്ച് തീരാറായി. ഇവിടുത്തെ പാടത്തോട് ചേർന്ന് തന്നെ ഒരു കിണറുണ്ട്. ഇങ്ങനെ ഇവർ വെള്ളം എടുക്കുന്നത് ഇവിടെ ഈ കിണറിൽ നിന്നാണെന്ന് തോന്നുന്നു. വലിയൊരു കിണർ കണ്ട. എല്ലാവരും നേരെ നോക്കുമ്പോൾ ഒരുത്തം മാത്രം പുറകിലേക്ക് നോക്കിക്കും. ഞങ്ങൾ ഈ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ അടുത്ത് കിടക്കുന്ന കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നാണ് വരുന്നത്. ഇത്ര അടുത്ത സ്ഥലമായിട്ടും ആദ്യമായിട്ടാണ് ഈ ഒരു ലൊക്കേഷനിൽ വരാനും സൂര്യകാന്തി പാടം കാണാനും ഒക്കെ കഴിഞ്ഞത്. ലാസ്റ്റ് ടൈമിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോഴേ നല്ല വിഷമം ഉണ്ടായിരുന്നു, ഇത്രയും നല്ലൊരു കാര്യം മിസ് ചെയ്തു എന്നുള്ളത്. ഡെയിലി ഇപ്പോൾ ഈ ഒരു സീസണിൽ ഞങ്ങൾ ഡെയിലി പത്രത്തിലൊക്കെ കാര്യങ്ങളൊക്കെ കാണുകയും വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒന്നുകൂടെ വരണമെന്ന് ആഗ്രഹം തോന്നി. ഇന്ന് വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയർ. കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. കഴിയുമെന്ന് വിചാരിച്ചില്ല, കാരണം എല്ലാവരും പറഞ്ഞത് കരിഞ്ഞ് തീർന്നെന്നാണ് വിചാരിച്ചത്.
അതെ, ഞങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ചു. എന്നിട്ട് ഉണ്ടെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷെ നല്ല ഒരിക്കലും അതെ ഈ ഒരു സീസണിൽ വരാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സൂര്യകാന്തിപ്പാടം മാത്രമല്ല, ഇവിടെ കൃഷികൾ ഇഷ്ടംപോലെ ഉണ്ട്. പച്ചക്കറി, പച്ചമുളക്, തക്കാളി, ഇവിടെ ഇവിടുന്നൊക്കെയാണ് നമ്മുടെ കേരളത്തിലോട്ടൊക്കെ കൊണ്ടുവരുന്നത്. ഇഷ്ടംപോലെ സാധനങ്ങൾ. കർഷകരുടെ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ആ വെള്ളരിങ്ങയൊക്കെ നഷ്ടപ്പെട്ടതും ഒത്തിരി നഷ്ടങ്ങളൊക്കെ മഴ കാരണം ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവരതൊക്കെ ഓവർകം ചെയ്ത് വരുന്നു തോന്നുന്നു. നമ്മളിത് ഷൂട്ട് ചെയ്തത് സെപ്റ്റംബർ 5-ാം തീയതിയാണ്. ഇവിടെ ഈ സൂര്യകാന്തി പൂ മാത്രമല്ല കേട്ടോ, ഒരുപാട് പച്ചക്കറികളുണ്ട് ഇവിടെ. തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, അതുപോലെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ട്. അപ്പോൾ പൂപ്പാടത്തെ വിശേഷങ്ങളെല്ലാവരും കണ്ടില്ലേ? ഈ വർഷത്തെ കൊയ്ത്ത് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി കുറച്ച് പാടം കൂടിയേ ഉള്ളൂ. അതിപ്പോൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത വർഷം നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ആഡ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. The Food Traveler. Explore the tasty world.